നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം യാത്ര ചെയ്യാൻ ഈ ട്രെയിൻ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രെയിൻ നമ്മുടെ കേരളത്തിലൂടെ പോകുന്നില്ല എന്ന് വിചാരിക്കുക. വിവേക് എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ്. എന്നിരുന്നാലും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖവും ഇല്ലാതെ വരുന്നവർ ഈ ട്രെയിനിൽ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരും. അത്രയ്ക്കും കണ്ടീഷനായിട്ട് കിടക്കുന്ന ഒരു ട്രെയിനാണിത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നാണ് എടുക്കുന്നത്. എന്നിരുന്നാലും തിരുവനന്തപുരം സെൻട്രലിൽ ഈ ട്രെയിൻ കിടക്കുന്ന പ്ലാറ്റ്ഫോമിന് അടുത്ത് പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ വണ്ടിയിൽ നിന്ന് വരുന്ന സ്പെഷ്യൽ മണം. അത് ഈ വണ്ടിയിൽ യാത്ര ചെയ്തവർക്കും മലയാളികൾക്കറിയാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യാവസ്ഥയാണല്ല. ഈ വണ്ടിയിൽ യാത്ര ചെയ്ത മിക്ക കോച്ചസിലും ഇത് തന്നെയാണ് അവസ്ഥ. ചില ബാത്റൂമുകളിൽ ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിൻ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്കും ഡോർ ഓപ്പൺ ആയിട്ട് വരും. അകത്തുനിന്ന് അടിപൊളി സ്മെല്ല് പുറത്തോട്ട് വരും. അങ്ങനെ ട്രെയിനകത്തുള്ള സ്പെഷ്യൽ മണവും ബാത്റൂമിൽ നിന്നുള്ള സ്പെഷ്യൽ മണവും കൂടെ മിക്സായി ഒരു കിടിലം മണം പുറത്ത് വരുന്നതാണ് ഈ ട്രെയിനിൽ. തീരെ സേഫ് അല്ലാത്തൊരു ട്രെയിനാണ്. എന്ത് വേണമെങ്കിലും ഈ ട്രെയിനകത്ത് സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏത് തൊഴിൽ മേഖല എടുത്താലും നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന ഇവരുടെ സാന്നിധ്യമില്ലാത്ത ഒന്നും ഇപ്പോൾ നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും മോശമായ രീതിയിലാണ് ഇവർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്.